അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വുളൂ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് പല ആളുകളും പറഞ്ഞു. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സുന്നത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു വുളൂഇൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. പഠിച്ചു വരുന്ന മക്കൾക്ക് ഇത് കണ്ട് അവരുടെ ജീവിതത്തിൽ പകർത്താൻ ഉപകാരപ്പെടും. അതുപോലെ തന്നെ മുതിർന്നവർക്കും ഉപകാരപ്പെടും. നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, ഇങ്ങനെ തന്നെയാണോ ഞാൻ വുളൂ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപകരിക്കുന്ന രൂപത്തിൽ ഞാനതൊന്ന് കാണിക്കാം. ഞാനിപ്പോൾ ഉള്ളത് പള്ളിയിലാണ്. പള്ളിയുടെ ഹൗദിൻ്റെ കരയിലൊരു ടാപ്പിൽ വെച്ചാണ് ഞാനിപ്പോൾ വുളൂ ചെയ്യുന്നത്. പണ്ടൊക്കെ ഹൗദുകളിൽ നിന്നായിരുന്നു നമ്മൾ വെള്ളം കോരിയെടുത്തതെങ്കിൽ ഇന്ന് ഹൗദുകൾ കാണാനില്ല. ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്നത് പൈപ്പുകളാണ്, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം. കാരണം ഇങ്ങനെ ടാപ്പിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് എങ്ങനെ വുളൂ ചെയ്യാമെന്നത് മാത്രമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കത് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്, കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി മറുപടി തരാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ വുളൂ ചെയ്യുന്ന പരമാവധി സുന്നത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. എല്ലാം പൂർണ്ണമായി എന്ന് ഞാൻ അവകാശം പറയുന്നില്ല, എന്നാലും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഓവറായിട്ട് വെള്ളം ഉപയോഗിക്കരുത് എന്നതാണ്. വെള്ളം ഉപയോഗിക്കുന്നതിന് പരിധി വേണം. ഏകദേശം ഈ കാണുന്ന രൂപത്തിലൊക്കെയുള്ള ആ വെള്ളത്തിന് ഫോഴ്സ് മതിയാവും. ഒരുപാട് വെള്ളം ഉപയോഗിച്ച് വെള്ളം അമിതവ്യയം ചെയ്യുക എന്നുള്ളത് ശരിയല്ലല്ലോ. അപ്പോൾ അല്ലാത്ത രൂപത്തിൽ നമുക്ക് ഒന്ന് വുളൂ ചെയ്യാം. അപ്പോൾ വുളൂ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ കൈകാലുകളൊക്കെ നീട്ടി കഴുകേണ്ടതാണ്. കുറേ നീട്ടി കഴുകേണ്ടാവും. അപ്പോൾ ഇത്തരം വസ്ത്രങ്ങളൊക്കെ ഒന്ന് മടക്കി വേണ്ട രൂപത്തിലേക്ക് മാറ്റി ആദ്യം വെക്കണം. തലയിൽ നിന്ന് തലപ്പാവൊക്കെ ഊരി മാറ്റി വെക്കണം. ഇൻഷാ അല്ലാഹ് തല തടന്ന സമയത്ത് ഞാനത് മാറ്റി വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം വെള്ളം എടുത്ത് മുൻകൈ കഴുകാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നിയ്യത്ത് ചെയ്യണം. രണ്ട് നിയ്യത്താണ് വുളൂഇനുള്ളത്. ഒന്ന് സുന്നത്തായ നിയ്യത്തുണ്ട്, മറ്റൊന്ന് ഫർളായ നിയ്യത്തുണ്ട്. വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു എന്നുള്ള നിയ്യത്ത് നമുക്ക് വേണ്ടത് വെള്ളത്തിൽ നിന്ന് ആദ്യം തന്നെ കൈ കഴുകുന്ന മുൻകൈ കഴുകാൻ തുടങ്ങുന്ന സമയത്ത് ആ വെള്ളം കയ്യിലേക്ക് എത്തുന്ന സമയത്ത് ആ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ വേണം. ആ നിയ്യത്ത് വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു എന്നുള്ള നിയ്യത്താണ്. അത് അറബിയിലോ മലയാളത്തിലോ ഏത് ഭാഷയിലും നിങ്ങൾക്ക് നിയ്യത്ത് ചെയ്യാം. നിയ്യത്ത് എന്നുള്ളത് മനസ്സിലാണ്, മനസ്സിലാക്കരുത്ത് വരണം. നാവുകൊണ്ട് പറയൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ മനസ്സിലത് കരുതിയിട്ടില്ലെങ്കിൽ അത് നിയ്യത്തായി നമുക്ക് പരിഗണിക്കുകയില്ല. അത് ഏത് വിഷയത്തിൽ നിയ്യത്ത് എന്ന് പറയുന്നത് മനസ്സിനുള്ളിലാണ്, ഉള്ളിലത് വേണം. എങ്കിലേ അത് നിയ്യത്തായി നമുക്ക് പറ്റുള്ളൂ, ആ ഇബാദത്ത് ശരിയാവുകയുള്ളൂ. ഇന്നമല്ല അമാലു ബിന്നിയ്യാത്ത്, മുഴുവൻ അമലുകളും സ്വീകാര്യമാകുന്ന നിയ്യത്ത് കൊണ്ടാണ് എന്നാണല്ലോ. അപ്പോൾ നിയ്യത്ത് മനസ്സിൽ വേണം. അവൻ ഞാൻ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഒന്ന് വെച്ചിട്ട് പറയുന്നു എന്ന് മാത്രം. അതോടൊപ്പം മനസ്സിൽ ആ നിയ്യത്ത് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുൻകൈയാണ് ആദ്യം കഴുകുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് അല്പം നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ തുറന്ന് ഈ രൂപത്തിൽ തുറന്നിട്ട് വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു എന്നതാണ് നിയ്യത്ത് ചെയ്ത് 3 പ്രാവശ്യമാണ് നമ്മൾ മുൻകൈ കഴുകേണ്ടത്. ആ 3 പ്രാവശ്യം കഴുകുന്ന സമയത്ത് മറ്റൊരു ദിക്ർ ചൊല്ലാനുണ്ട്. അത് ഏതാണെന്നറിയോ? വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് മുൻകൈ കഴുകുമ്പോൾ നാം ചൊല്ലേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്ന അത് നമ്മളിങ്ങനെ ചൊല്ലണം. നമുക്ക് നോക്കാം. വുളൂഇൻ്റെ സുന്നത്തിനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. അപ്പോൾ 3 പ്രാവശ്യം ഞാൻ എൻ്റെ മുൻകൈ കഴുകി, 3 പ്രാവശ്യം കഴുകി. ഇത് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ പല്ല് തേക്കുക. നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് അറാക്ക് ഉപയോഗിക്കലാണ്. എൻ്റെ കയ്യിലുള്ളത് ഇത് അറാക്കാണ്. ഇതെൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നൊരു അറാക്കാണ്. ഇതൊക്കെ അറാക്കുകളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അറാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ അറാക്ക് ഇതിപ്പോൾ വണ്ണം കുറഞ്ഞതാണ്, കുറച്ച് വണ്ണമുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ ഭാഗം ഞാനിപ്പോൾ ഒരു ഇതെടുത്തിട്ട് ഒന്ന് തച്ച് പരത്തിയതാണ്. ഇങ്ങനെ ചെറിയ രൂപത്തിലേക്ക് ഒന്നാക്കി മാറ്റുക, ഒന്ന് ഒടുക്കുക. ഇത് നല്ലപോലെ കഴുകിയിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. ബ്രഷ് ചെയ്യാൻ വേണ്ടി പിടിക്കേണ്ടത് അവിടെ ഒരു സുന്നത്ത് കൂടിയുണ്ട്, ശ്രദ്ധിക്കുക. നമ്മുടെ 5 വിരലിൽ നിന്ന് 2 വിരൽ താഴ്ത്ത് 3 വിരലിങ്ങനെ, അപ്പം ഈ 2 ഘട്ടമാക്കുക. അതായത് ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ 2 വിരലിക്കിടയിലേക്ക് ഈ മിസ്വാക്ക് ഇങ്ങനെ വെക്കുക. ഇത് നോക്ക് നിങ്ങൾ, 2 വിരൽ അല്ല, ഈ 2 വിരലിൻ്റെ ഇടയിലേക്ക് ഈ മിസ്വാക്ക് വെച്ചിട്ട് 3 വിരലോട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചുകൊണ്ട് മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത് കൂടിയാണ്. കാരണം ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് ഇങ്ങനെ പിടിക്കലും ഇങ്ങനെ പിടിക്കുന്നതൊക്കെ നല്ലത്. ഈ രൂപത്തിൽ ചെയ്താൽ ഇങ്ങനെ ശീലിച്ച് നോക്കൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് 2 ഭാഗത്തേക്കും ഒരുമിച്ച് മിസ്വാക്ക് പല്ല് തേക്കാൻ കഴിയും. അപ്പോൾ ഈ രൂപത്തിൽ പിടിക്കുക എന്നുള്ളത് ഒരു സുന്നത്ത് കൂടിയാണ്. അപ്പോൾ ഈ രൂപത്തിലേക്ക് നമ്മൾ പിടിച്ച് ശീലിക്കുക. തുടക്കത്തിലൊക്കെ അല്പം പ്രയാസമൊക്കെ ഉണ്ടാവും, പിന്നീട് നമുക്കത് ശരിയായി വരും. പല്ല് തേക്കുമ്പോൾ ആദ്യം മുകൾ വരിയിലെ ഈ വലത് ഭാഗത്തുള്ള മുകൾ ലൈനാണ് ആദ്യം നമ്മൾ തേക്കേണ്ടത്. ഈ ഭാഗം തേച്ച് കഴിഞ്ഞിട്ട് താഴ്പല്ലും തേക്കുക. എന്നിട്ട് ഇടതുഭാഗത്ത് മുകൾ വരി, പിന്നെ താഴ്വരി. ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മുൻകൈ കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രഷ് ചെയ്യാണ് വേണ്ടത്. ആദ്യം ബ്രഷ് ഒന്ന് കഴുകാം. കഴുകി കഴിഞ്ഞിട്ട്
ഇത്രയേ ഉള്ളൂ. സുന്നത്തിന് വേണ്ടി നമ്മളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബ്രഷ് നമുക്കെടുത്ത് നിലത്ത് വെക്കരുത്, ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുകയും ചെയ്യണം. വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുകയും ചെയ്യുന്നത് ഒരു കോരൽ വെള്ളം കൊണ്ടായിരിക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ മൂക്കിൽ ഒരുപാട് വെള്ളം മേലോട്ട് കയറി പോകണ്ട, ഇവിടം വരെ വെള്ളം കയറിയാൽ മതി, എന്നിട്ട് ചീറ്റിക്കളയാണ് വേണ്ടത്. അത് രണ്ടും ഒരുമിച്ച് വേണം. വായിൽ വെള്ളം കുപ്പിളിച്ച് പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി അങ്ങനെയല്ല. ഇത് ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളാണ്, ശാസ്ത്രം തെളിയിച്ചൊരു വിഷയം കൂടിയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് ശമനം ഉണ്ടാകും, ഒരുപാട് ബാക്ടീരിയകൾ ഒഴിവാകാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയാണ്, അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഒരു ദിവസം 15 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ശാസ്ത്രം ദിവസം 5 പ്രാവശ്യമെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാൽ മുത്തുനബി പറഞ്ഞു ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും 3 പ്രാവശ്യം ചെയ്യുമ്പോൾ 5 വക്ത് നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യുമ്പോൾ 15 പ്രാവശ്യത്തോളം ചെയ്യാൻ വേണ്ടി മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയുമാണ് ഇനി ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നോക്കുക. വലത് കൈകൊണ്ടെടുത്ത് വെള്ളം മൂക്കിലേക്കാക്കി ഇടത് കൈ കൊണ്ട് ഇങ്ങനെ ചീറ്റിക്കളഞ്ഞു. ഇങ്ങനെയാണ് വേണ്ടത്. ചില ആളുകൾ അതിങ്ങനെ ചെയ്യും, അങ്ങനെയല്ല, വിരൽ കയറ്റാനല്ല പറഞ്ഞിട്ടുള്ളത്, വെള്ളമാണ് ചീറ്റുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ വെള്ളം എടുക്കുക, ഇതെടുത്ത് ഇടത് കൈ കൊണ്ട് ചീറ്റിക്കളയും. ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടത് 3 പ്രാവശ്യം അത് ചെയ്തല്ലോ. അപ്പോൾ മുൻകൈ കഴുകി വായുവെള്ളം കുപ്പിളിച്ചു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി അതിലേക്ക് ബ്രഷ് ചെയ്തു. ഇനി മുഖം കഴുകണം. മുഖം കഴുകുമ്പോൾ വെള്ളം 2 കൈയും ഒന്നിച്ച് കോരിയെടുക്കുക. എന്നിട്ട് നെറ്റിയുടെ ഇവിടെ മുതൽ ഈ കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മുഖം കഴുകണം. അതാ ഫർള്. ഇവനേക്കാൾ കൂട്ടി ഈ ഭാഗത്തേക്കും കുറച്ചുകൂടി കയറ്റിയിട്ട് ഈ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വരിക എന്നുള്ളത് സുന്നത്താണ്. കുറച്ച് ഇവിടെ നിന്ന് തുടങ്ങാം. ഇങ്ങനെ തുടങ്ങി ഈ ചെവിൻ്റെ ഭാഗവും ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ഇതിനുള്ളിലേക്ക് പോകാം. ഈ താടിയൊക്കെ താടിയിലൊക്കെ ഈ തിങ്ങിയ താടിയൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒന്നും കൂടി ആക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കുക, ശ്രദ്ധിക്കട്ടോ. വെള്ളം എടുത്തു. ഈ സമയത്ത് നമുക്ക് നിയ്യത്തുണ്ട്. ആ നിയ്യത്താണ് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ നിയ്യത്ത്. വുളൂഇൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നതാണ് നിയ്യത്ത്. വുളൂഇൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു, ഈ നിയ്യത്ത് ഇത് നമ്മുടെ മനസ്സിൽ വരണം കേട്ടോ. മനസ്സിലാണ് വരേണ്ടത്, വായുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, മനസ്സിലേക്കത് വരണം. അപ്പോൾ വുളൂഇൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു. വെള്ളം കഴുകേണ്ട എവിടെ നിന്നായിരിക്കണം? ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മുതൽ കഴുകണം. ഇവിടേക്ക് വെള്ളം ആകുക, ഇവിടെ താഴെ വരുന്നുണ്ട്. ശ്രദ്ധിച്ചോളിയാം, എല്ലാവരും ശ്രദ്ധിക്കാം. ആദ്യത്തെ വെള്ളം കൊണ്ട് തന്നെ ഈ ഭാഗം മുഴുവൻ കഴുകി. ഇവിടൊക്കെ കഴുകൽ വന്നു, എല്ലാ ഭാഗത്തും കഴുകൽ വന്നിട്ടുണ്ട്. ഇവിടൊക്കെ നീട്ടി കഴുകുക, കയ്യിൻ്റെ പരമാവധി ഒന്ന് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ സമയത്ത് പീളൊക്കെ ഇതാ ഈ ഭാഗം ശ്രദ്ധിക്കുക. മൂക്കിൻ്റെ ഈ ഭാഗം വെള്ളമായിട്ട് നോക്കുക. ഈ ഭാഗം വെള്ളം ചേരാൻ പ്രയാസമുണ്ട്, ഇവിടെ നോക്കുക. അതാണ് എല്ലാ അതിർത്തിയും കറക്റ്റ് ഒറ്റ പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം തന്നെ മുഴുവനാക്കുക. 2-3 പ്രാവശ്യം പിന്നീട് അങ്ങോട്ട് കഴുകുക മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ അപ്പോൾ വുളുവിൻ്റെ ഫർളിനെ വീട്ടുന്ന നിയ്യത്തോടുകൂടി നമ്മൾ 3 പ്രാവശ്യം നമ്മുടെ മുഖം കഴുകി എല്ലാ ഭാഗത്തും വെള്ളം എത്തിയിട്ടുണ്ട്. ആദ്യ തവണ തന്നെ എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടി കുറച്ച് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് കൈയാണ് കഴുകേണ്ടത്. കൈ കഴുകുമ്പോൾ കൈയിൻ്റെ പരമാവധി എത്രത്തോളം നീട്ടാൻ പറ്റും അത്രയും വെള്ളം എത്തി നീട്ടുക. എപ്പോഴും കൈ കഴുകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതാണ് നല്ലത്. ഇങ്ങനെ ടേപ്പിൻ്റെ തൊട്ടുപടുത്ത് ഇങ്ങോട്ട് കഴുകിയാൽ മതി. പക്ഷേ ഏറ്റവും നല്ലത് അഗ്രഭാഗം കൊണ്ട് തുടങ്ങലാണ് ഏറ്റവും നല്ലത്. ഇവിടെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മറിച്ച് ഇവിടെ വരേക്ക് വരിക. അതിങ്ങനെ തുടച്ചാൽ മാത്രം പോരാ, ഈ കഴുകപ്പെടുന്ന അവയങ്ങളിലൊക്കെ വെള്ളം ഒലിച്ചിറങ്ങണം. അപ്പോൾ നോക്കുക 3 പ്രാവശ്യം. പിന്നെ അതുപോലെ തന്നെ 2 കൈകൾ ഇങ്ങനെ കോർക്കുക, എന്നാലാണ് ഇതിൻ്റെ ഇടയിലുള്ള ഭാഗത്തിലൊക്കെ വെള്ളം ചേരുകയുള്ളൂ. അതുകൂടി ശ്രദ്ധിക്കുക. ഇങ്ങനെ നോക്കണേ, വെള്ളം എടുക്കുക, ഇവിടെ. ഇതൊക്കെ കഴുകുന്ന സമയത്ത് നമുക്കൊരു ദിക്ർ ചെല്ലാറുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. വേറെ മറ്റ് സംസാരത്തിലേക്കൊന്നും പോകരുത്. അപ്പോൾ 3 പ്രാവശ്യം ഞാൻ കഴുകി, കൈ ഈ രൂപത്തിൽ കഴുകി. ഇനി ഇതുപോലെ തന്നെ വെള്ളം എടുത്തിട്ട് ഇടത് കയ്യിൽ വെള്ളം മറിച്ച് ഈ ഭാഗത്തൊക്കെ തേച്ച് ഞാൻ കഴുകിയിട്ടുണ്ട് അല്ലേ. എല്ലാ ഭാഗത്തും വെള്ളം എത്തണം. പല ആളുകളും വുളൂ ചെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങോട്ടൊന്നും വെള്ളത്തൂല, ഇവിടെ എത്തൂല, ഇവിടെ നനയില്ല, ഇങ്ങനെ വുളൂ സഹിയാവില്ല. എല്ലാ ഭാഗത്തും വെള്ളമെത്തണം, ഇതിൻ്റെ ഇടയിലൊക്കെ വെള്ളമെത്തണം. ഈ ഭാഗത്തിലേക്കൊക്കെ വെള്ളം ശരിക്കും ചേരണം, എന്നാലേ വുളൂ സഹിയാവുള്ളൂ. ചിലപ്പോൾ ഇവിടെ വെള്ളം ചേരാതെ വന്നാൽ വുളൂ സഹിയാവുകയില്ല, ഇവിടെ വെള്ളം ചേരാതെ വന്നാൽ വുളൂ സഹിയാവുകയില്ല. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ കൈ രണ്ടും കഴുകി. ഇനി നമുക്ക് തല തടവണം. തല കുറച്ചിങ്ങനെ തടവല്ല, പൂർണ്ണമായി തന്നെ തടവണം. അതിനുവേണ്ടി തലപ്പാവ് നമ്മളൊന്നെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് വെള്ളം എടുത്തിട്ട് ഈ 2 വിരൽ ഇവിടെ വെക്കുക. അപ്പോൾ വെള്ളം എടുത്തുകൊണ്ട് ഇവിടെ വെക്കുക. ഈ 2 വിരൽ ചെവിയുടെ ഭാഗത്ത് വെക്കുക. നോക്കുക, എന്നിട്ട് നല്ല മേലോട്ട് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങോട്ട് വെക്കുക. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് തല വെള്ളം. നോക്കുക, 2ാം പ്രാവശ്യം വെള്ളം എടുത്തു, 2 പ്രാവശ്യമായി. ഇനി ഒരു പ്രാവശ്യം കൂടിയും വെള്ളം എടുത്തു.
എന്നാൽ ഷാഫി മദ്ഹബിൽ കുറച്ച് ഭാഗം തടവിയാലും ഫർള് വീടും. അതുകൊണ്ട് ചിലർ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കും. അതല്ല, ശരിക്കും തടവേണ്ടത് പൂർണ്ണമായി തന്നെ തടവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ തന്നെ അല്ലല്ലേ, ഈ രൂപത്തിലേക്ക് 3 പ്രാവശ്യം നമ്മൾ തല തടവുക. തല തടവി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് ചെവി തടവുകയാണ്. വെള്ളമെടുക്കുക, ഉള്ളും പുറവും വരുന്ന രൂപത്തിൽ തടവുക. 2 ഭാഗം വരണം, ഉള്ളിലും തടവണം പുറമേയും വരണം. അതാ അത് ഇങ്ങനെ തടവാൻ പറ്റില്ല, ചിലർ ഇങ്ങനെ തടവും. അങ്ങനെ രണ്ടും ഒരുമിച്ചതാ ഇങ്ങനെ ആയിരിക്കണം. ഉള്ളും പുറം ഇങ്ങനെ 3 പ്രാവശ്യം, 3 കൂടണ്ട, കാണിക്കാൻ വേണ്ടി കുറച്ചധികം ചെയ്തതന്നേ ഉള്ളൂ. എന്നിട്ട് ഇവിടുത്തെ 2 സുന്നത്ത് കൂടി ഉണ്ട്. ഈ 2 ചിറവിരലൊന്ന് നനച്ചിട്ട് ചെവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ഒന്ന് ചെയ്യലും സുന്നത്തുണ്ട്. ഇങ്ങനെ ഉള്ളിലേക്കൊന്ന്, നോമ്പുകാരനല്ലെങ്കിൽ ഉള്ളിലേക്കൊന്ന് വെള്ളമാക്കുക. നോമ്പുകാരൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെള്ളം കൈപ്പറ്റി ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കുക അല്ലേ. ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുന്നത്തുകളാണ്. കാരണം അത്രയും സൂക്ഷിക്കാൻ വേണ്ടിയും വൃത്തിയാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് കാല് കഴുകലാണല്ലോ. ഈ കാല് കഴുകുമ്പോഴാണ് പല ആളുകൾ എന്ത് ചെയ്തു, ടാപ്പിൻ്റെ വെള്ളം വെച്ച് വെള്ളം ഇങ്ങനെ കൊടുങ്ങി പോകും. അത് പോരാ, നമുക്ക് കാല് ശരിക്ക് കഴുകണം. കാല് ശരിക്ക് കഴുകിയാൽ തന്നെ ശരിയാവുള്ളൂ. അത് ഇതിലൊരു കമ്പിയുള്ളൊരു സുഖമാണ്. ഇങ്ങനെ കാലിലേക്ക് ഇവിടേക്കാണ് വെള്ളം, ആദ്യം അഗ്രഭാഗത്തിലേക്ക് വെള്ളമാക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വെള്ളം കയറ്റുക ചെയ്യേണ്ടത്. ഇവിടെ വെള്ളമാക്കി ഇങ്ങോട്ട് കഴുകുക. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഇടത് കൈ ഉപയോഗിച്ച് തന്നെ എല്ലാ ഭാഗത്തും കഴുകുക. ഇനി ഇവിടെ ഒരു കാര്യം ചെയ്യാനുണ്ട്. ഈ കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വിരൽ നോക്കി, ഈ കൈ വിരൽ ചെറുവിരലെടുത്തിട്ട് നഖത്തിൻ്റെ താഴ്ഭാഗത്ത് അല്ല വിരലിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഉള്ളിലൂടെ ഇങ്ങനെ കൂടെ വിളിക്കുക. എല്ലാ വിരലിനെയും ഉണ്ടോ ഈ രൂപത്തിലേക്ക് ഇങ്ങനെ കൂടെ വിളിക്കുക. അതെന്തിനാണ്? അതിനുള്ളിൽ വെള്ളം ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ കാല് ഇങ്ങനെ കഴുകി അല്ലേ, ഇവിടെ മുതൽ ഇവിടെ വരെ ഇങ്ങനെ കഴുകി, വലുത് കാല് കഴുകി. ഇനി ഇടത്തെ കാലും ഇതുപോലെ തന്നെ നമ്മൾ വെള്ളം ഇവിടെ വെച്ച് കഴുകുക. ഏതത്തോളം നീട്ടി കഴുകുക, ഇത്ര നീട്ടാൻ പറ്റും അത്രയും നീട്ടുക. എന്നിട്ട് ഇവിടെയും കൈ അടിയിൽ വെച്ചിട്ട് മേലോട്ട് വലിക്കുക. ഇങ്ങനെ വലിക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ വെള്ളം ചേരും. അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ വുളു ചെയ്യുന്നത്. വുളു നമുക്കവിടെ പൂർത്തി. എന്നിട്ട് കൂടുതൽ സമയം വൈകാതെ തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ കിബിലക്ക് നേരെ തിരിഞ്ഞ് നിന്നിട്ട്, ഇപ്പോൾ വുളുവിൻ്റെ കബളം കൂടെ തന്നെ കിബിലക്ക് നേരെ നിന്നിട്ട് 2 കരങ്ങളും മേൽപോട്ട് ഉയർത്തുക. 2 കരങ്ങളും ഇങ്ങനെ, എന്നിട്ട് കണ്ണും മേൽപോട്ടാണ് ഉയർത്തേണ്ടത്. 2 മേൽപോട്ട് ഉയർത്തിയിട്ട് ഒരു ദുആ ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഈ രൂപത്തിൽ വെച്ചിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ഏതാ ദുആ എന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ തവ്വാബീന വജ്അൽനി മിനൽ മുത്തതഹിരീന വജ്അൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ തവ്വാബീന വജ്അൽനി മിനൽ മുത്തതഹിരീന വജ്അൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് പറയുന്ന ആ ഒരു ദുആ നമ്മൾ ദുആ ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഒരു 3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് കൂടി നമ്മൾ ഓതുക. ഇതോടെ നമ്മുടെ വുളു പൂർത്തിയായി. ഇന്നാ അൻസൽന സൂറത്ത് ഓതാൻ മറക്കരുത്. 3 പ്രാവശ്യം വുളുവിന് ശേഷം പിന്നെ ദുആ കഴിഞ്ഞ ഉടനെ 3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്ത് ഓതിയാൽ വലിയ ഭാഗ്യമുള്ളവരെ കൂട്ടത്തിൽ നമ്മളാകും. ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അത് ചെയ്യുക. എന്നിട്ട് വുളു കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് കൂടി നിസ്കരിക്കുക. അതായത് വുളുവിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്. ഇതും കൂടി ചെയ്താൽ അത് പരിപൂർണമായ രൂപത്തിലായി മാറും. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ വുളു ചെയ്ത് ശീലിക്കുക, പഠിക്കുക, നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകളൊക്കെ നല്ല രൂപത്തിലാക്കി മാറ്റാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.